ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റമദാൻ മുബാറക്കും. ഈ ഒരു റമദാനിൽ പ്രത്യേകത ഉണ്ട്. ഈ ഒരു റമദാൻ നമ്മുടെ നാട്ടിലല്ല ഉള്ളത്, നമ്മളിപ്പം കോയമ്പത്തൂരാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് നോമ്പ് വിശേഷങ്ങളായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ നോമ്പ് തുറേൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ചൊവ്വാഴ്ച ആയിരിക്കും നോമ്പ് ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ടാകുക. ഇവിടെ ആണെങ്കിൽ ബുധനാഴ്ച ആയിരുന്നു. അപ്പോൾ ബുധനാഴ്ചത്തെ നോമ്പ് തുറ വിശേഷങ്ങളായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണും, അതിൽ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ഉച്ചക്ക് 2 മണിക്കൊക്കെ ശേഷം നമ്മളൊന്ന് പുറത്ത് പോവുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും മോളും കൂടാണ് പോകുന്നത്. റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കടകളൊക്കെ ഉള്ളത്. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സാധനമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റൂമിലോട്ട് തന്നെ പോന്നു. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തിയ പാടെ തന്നെ നല്ല മഴ ആയിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ അലക്കിയതൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ എടുത്തിട്ട് പിന്നെ നേരെ നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത്. ഇന്ന് നമ്മൾ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ എടുത്തു വെച്ചതാണ്. അതുപോലെ തന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്കായിട്ട് നമ്മളിന്ന് ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പത്തിരിപ്പൊടിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ മാവൊന്ന് ചൂടാറുമ്പോഴേക്ക് നമുക്ക് കറിക്കുള്ളതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലോട്ട് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളി നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ളി നന്നായിട്ട് വഴന്നതിന് ശേഷം ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇവയെല്ലാം കൂടി ഒന്നുകൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറി ഒന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാം. അതിനിടയ്ക്ക് മോള് വന്നിട്ട് അത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മുറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തക്കാളിയും അതുപോലെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണിനടുത്തോളമാണ് കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1.5 സ്പൂണോളം മല്ലിയും അതുപോലെ 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു സ്പൂണോളം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പത്തിരിൻ്റെ മാവൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പത്തിരി പരത്തിയെടുക്കുന്നത് ഇതുപോലെ 2 കവർ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഒരു കുപ്പിയുടെ ലിഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ പരന്ന് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ പരന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് ഇവിടെ വന്നതിന് ശേഷം.
ഞാനിവിടെ കുറച്ച് പരത്തിയതിന് ശേഷം അതൊന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് വേവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളതുകൂടെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാമല്ലോ. അങ്ങനെ പത്തിരിയുടെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പത്തിരി പരത്തലും ചുട്ടെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാത്രം ഞാൻ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഓയിലൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഇതുപോലെ ചെറിയ ചെറിയതാക്കിയിട്ടാണ് ഉള്ളിവട ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലുള്ള ഉള്ളിവടയാണ് എനിക്ക് കഴിക്കാൻ പൊതുവേ ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോമ്പ് തുറക്കുമ്പോഴേക്കുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. എല്ലാവരും ഉണ്ടാക്കുന്നൊരു ഡ്രിങ്ക് ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ റാഗി പൗഡർ ഇതുപോലെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതിൽ നിന്നൊരു അരക്കപ്പോളം ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാ വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റൗവിൽ വെച്ച് കൊടുത്താൽ നല്ല ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം കൈ എടുക്കാതെ തന്നെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ റാഗി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിച്ചു പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ സ്റ്റീൽ പാത്രത്തിലൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 2 ഏലക്കായ ഒന്ന് ചതച്ചതൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ റാഗി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കൂടുതൽ തിക്കായി പോവേണ്ട. ഈ ഒരു വെള്ളം പോലെ നിൽക്കുന്ന പരുവത്തിലായാലും നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കുന്നതെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഗ്യാസിൽ നിന്ന് വാങ്ങി വെക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്കൊരു കാര്യം കൂടെ ചേർക്കാനുണ്ടായിരുന്നു. ഇതിലേക്കൊരു നുള്ള് ഉപ്പൂടെ ചേർക്കാനുണ്ടായിരുന്നു. അത് പറയാൻ വിട്ടുപോയി, അതുപോലെ തന്നെ ഇടാനും വിട്ടുപോയി. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു നുള്ള് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഇളം ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് തണുപ്പിച്ച് കഴിക്കാം കേട്ടോ. ഇത് നമുക്ക് തണുത്തതായിട്ട് എന്തെങ്കിലും വേണ്ട നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ തണ്ണിമത്തൻ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മിക്സിയിൽ ജ്യൂസ് അടിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് തോന്നുന്നത് എനിക്ക് ഇതുപോലെ വെള്ളമാക്കിയിട്ട് കുടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ കൊത്തിയിട്ടിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുക്കാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് സേവിങ് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ബാങ്ക് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു വർഷത്തെ ആദ്യത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കഞ്ഞിയാണ്. ഇവിടുത്തെ പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന കഞ്ഞിയാണ് കേട്ടോ. ഇതിൽ ഒരുപാട് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മുളക്, അതുപോലെ കറുവപ്പട്ട, ചെറിയ ജീരകം ഇവയൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ ഇതിന് മസാല കഞ്ഞി എന്നാണ് പറയുന്നത്.
ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരു ഇറച്ചിക്കറീൻ്റെ ചോക്കാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.